പിന്നെ വേറൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിഫയർ കഴിഞ്ഞിട്ട് പിയോഡിലും ബിറ്റിയിലും മെഴ്സിഡസിൻ്റെ കാർസാണ്, ജോർജ് റസലും കിമി ആൻ്റണിൻ്റെയും. ഈ ക്വാളിഫയർ കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണനുണ്ടല്ലോ തോത്തോ വോൾഫ്, അണ്ണൻ്റെ അടുത്തോട്ട് ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് തന്നു. കുറച്ച് നേരത്തിന് അണ്ണൻ നേരെ നോക്കിയിരിക്കുക, നേരെ മോണിറ്റർ നോക്കിയിരിക്കുക. അപ്പോൾ അണ്ണൻ ഇങ്ങനെ നേരെ നോക്കിയിരിക്കുക, ക്യാമറ അണ്ണൻ്റെ സൈഡിലാണ്. അതുപോലെ പെട്ട മൂവിയിൽ ബോബി സിംഗയും ടീമും കൂടെ കാറ് വന്നിരുന്നിട്ട് രജനിയെ നോക്കുമ്പോഴത്തേന് രജനി പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ലേ, ആ ഒരു സംഭവമായിരുന്നു. പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പുള്ളിയുടെ ആ ഒരു കോൾഡായിട്ടുള്ളൊരു സ്മൈല്. അപ്പോൾ ഈ സ്മൈലിൻ്റെ പുള്ളിയുടെ ആ സ്മൈലിലെ ആ കള്ള ചിരിയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പ്രീ സീസൺ ടെസ്റ്റിങ്ങിലും ബാഴ്സലോണ പ്രീ സീസൺ ടെസ്റ്റിങ്ങിലും ബഹ്റൈൻ പ്രീ സീസൺ ടെസ്റ്റിങ്ങിലും ടെസ്റ്റ് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ട്രാക്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പ്രസ് മീറ്റ് വന്നിട്ട് പുള്ളി പറയുന്നത് റെഡ് ബുൾ ഈസ് ദ ബെസ്റ്റ് ടീം ഇൻ ദി ഗ്രിഡ് ദിസ് ഇയർ. അങ്ങനെ റെഡ് ബുള്ളിനെയാണ് പുള്ളി വാഴ്ത്തിക്കൊണ്ടിരുന്നത്. അണ്ണൻ്റെ സ്ഥിരം പരിപാടിയാണ് വേറെ ഏതെങ്കിലും ടീമിനെ പുള്ളി ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് പുള്ളി സൈഡിൽ കൂടെ കയറി വരുന്നത്. ഇങ്ങനെ ജീനിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കള്ളൻ.